Hi friends, എല്ലാവർക്കും Nimshas കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സമ്മർ ഡ്രിങ്ക്സ് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് അവൽ മിൽക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ വെള്ള കളറിലുള്ള അവിലാണ്. നിങ്ങൾക്ക് ഏത് അവിൽ വേണമെങ്കിലും ഉപയോഗിക്കാം അവൽ മിൽക്ക് തയ്യാറാക്കാൻ. നമുക്കിനി ആ അവിലൊന്ന് വറുത്തെടുക്കണം. ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ അവൽ ഇട്ട് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ അവൽ നല്ല ക്രിസ്പി ആവണം, അതുവരെ നമുക്കിത് വറുത്തെടുക്കണം. ഈ അവൽ മിൽക്ക് തയ്യാറാക്കുമ്പോൾ ഈ അവൽ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. കാരണം അവൽ റോസ്റ്റ് ചെയ്തെടുത്തില്ലെങ്കിൽ നമ്മുടെ അവൽ മിൽക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ അവൽ മിൽക്ക് തയ്യാറാക്കുമ്പോൾ നമ്മൾ ചേർക്കണ ഓരോ ഇൻഗ്രീഡിയൻസിനും അങ്ങനെ പ്രത്യേകിച്ച് ഒരു അളവില്ല. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാം. ഞാനിതിൽ കാണിക്കുന്നത് 2 ഗ്ലാസ് അവൽ മിൽക്ക് ഉണ്ടാക്കാനുള്ള ഒരു അളവാണ്. ഒരു 5 മിനിറ്റ് മതിയാവും കേട്ടോ ഈ അവലൊന്ന് വറുത്തെടുക്കാൻ. ഈ അവല് ഫ്രൈ ചെയ്യണതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്, നമ്മളിത് ഒടിച്ചു നോക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് അവല് പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു വരണം. ഇതിപ്പോൾ ലൈറ്റ് ആയിട്ടൊന്ന് ഇതിന്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതാ ഇതുപോലെ ഇങ്ങനെ പൊടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങോട്ട് പൊടിയും. ഇതാണ് ഇതിന്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഞാനിവിടെ 2 ഗ്ലാസ് അവൽ മിൽക്ക് തയ്യാറാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോബസ്റ്റയാണ്. പക്ഷെ ശരിക്കും അവൽ മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാളയംകുടം പഴം എടുക്കുക. പാളയംകുടം പഴം ആകുമ്പോൾ ചെറിയൊരു പുളി ഉണ്ടായിരിക്കുമല്ലോ, അതാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. പക്ഷേ ഈ പഴം യൂസ് ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇത് നന്നായി പഴുത്ത പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പഴം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് പഴുത്ത് ഉടഞ്ഞ പഴവും അത്ര ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. ഇനി ഇത് നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഒന്നില്ലെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്കിത് ഇങ്ങനെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഉടച്ചെടുക്കരുത്. ഇതുപോലെ ചെറിയ പീസസ് ഇങ്ങനെയൊക്കെ എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ച് നമുക്ക് മാഷ് ചെയ്തെടുക്കാം. ഈ പഴത്തിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് ഇത് സെറ്റ് ചെയ്യണത്. എൻ്റെ ഒരു ടേസ്റ്റ് അനുസരിച്ച് ഒരു പഴമാണ് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ആഡ് ചെയ്യണത്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കപ്പലണ്ടിയാണ്. ഇതൊരു 3/4 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കപ്പലണ്ടിയാണ്. ഇത് വറുത്തെടുത്ത കപ്പലണ്ടിയാണ്. പിന്നെ ഞാനിവിടെ കുറച്ച് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. ശരിക്കും അവൽ മിൽക്കിൻ്റെ റെസിപ്പിയിൽ സാധാരണ കാഷ്യൂനട്ട് ചേർക്കാറില്ല, ഞാൻ ചേർക്കുന്നു മാത്രം. ഇതും നമുക്ക് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ട്, കുറച്ച് ബദാം, കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട്. ഇതും നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി. പിന്നെ ഞാൻ ഇതുപോലെ 2 ഗ്ലാസ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. മിൽക്ക് നമ്മൾ എടുക്കുമ്പോൾ നന്നായി തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക. തണുത്ത മിൽക്കായിരിക്കും ഈ അവൽ മിൽക്കിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക. പാസ്ചറൈസ്ഡ് മിൽക്കാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം നമുക്ക്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ് ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബൂസ്റ്റാണ്. ഇതിപ്പോൾ 1 ഗ്ലാസ് അവൽ മിൽക്ക് തയ്യാറാക്കാനുള്ള മിൽക്കാണ്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് മധുരം കുറവാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണും കൂടിയും പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തു. മൊത്തം ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്തത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാനിതിന് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് എടുക്കാം. ഈ ഗ്ലാസ്സിലാണ് ഞാനിത് സെറ്റ് ചെയ്യാൻ പോണത്. ഈ ഗ്ലാസ്സിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഴം ആഡ് ചെയ്ത് കൊടുത്തു. ഇനി കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം.
കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കണ അവൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. വീണ്ടും പഴം ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി ആഡ് ചെയ്ത് കൊടുക്കാം. കപ്പലണ്ടി കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം നിങ്ങൾക്ക്. കുറച്ച് കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് അവൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് മിൽക്കായിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂനറ്റും പിസ്തയും ബദാമൊക്കെ വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യണം. ഇത് ചെയ്യണമെന്നൊന്നുമില്ല, ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യണമെന്നുള്ളൂ. ഇതിൻ്റെ കൂടെ നമുക്ക് ഐസ്ക്രീം വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും സെർവ് ചെയ്യാം. ഞാൻ അടുത്ത ഗ്ലാസ്സിൽ ഐസ്ക്രീം വെച്ച് കാണിച്ചു തരാം. സെയിം പ്രൊസീജിയർ തന്നെ അടുത്തത് നമുക്ക് ചെയ്യാം. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വാനില ഐസ്ക്രീമാണ് ആഡ് ചെയ്യണത്. ഇപ്പം നമ്മുടെ ഐസ്ക്രീം വെച്ചിട്ടുള്ള അവൽ മിൽക്കും അതുപോലെ തന്നെ ഐസ്ക്രീം ഉപയോഗിക്കാത്ത അവൽ മിൽക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രൈ ഫ്രൂട്ട് ലസ്സി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ലസ്സിയിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ പഞ്ചസാര ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മധുരത്തിനനുസരിച്ച് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നല്ല മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും അളവ് കൂടുതൽ ചേർക്കാട്ടോ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളൂ. 2 ടേബിൾ സ്പൂൺ മുതൽ ഒരു 1/2 കപ്പ് അളവിലൊക്കെ വരെ പഞ്ചസാര നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതുള്ളൂ. ഇനി ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഞാനൊരു 5 പിസ്താഷ്യോ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 5 കാഷ്യൂനട്ട്, പിന്നെ ഒരു 5-6 ബദാം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം അളവിൽ കിസ്മിസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ഡേറ്റ്സ് അല്ലെങ്കിൽ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഫിഗ് വേണമെന്നുണ്ടെങ്കിൽ ഫിഗ് ഉപയോഗിക്കാവുന്നതുള്ളൂ. അല്ലെങ്കിൽ വേറെ വെറൈറ്റി ഡ്രൈ ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കിച്ചൺ ടിപ്പ് എന്താണെന്ന് നോക്കിയാലോ. ലസ്സിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ലസ്സിയിലേക്ക് ഒന്നില്ലെങ്കിൽ പൊടിച്ച് പഞ്ചസാര ചേർക്കുക, അല്ലെങ്കിൽ പഞ്ചസാര ആദ്യം പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തൈര് ഒരുപാട് സമയമിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് ഓവറായിട്ട് ലൂസായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ തിക്കായിട്ടുള്ള ലസ്സി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ കിച്ചൺ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാനിനിപ്പോൾ പഞ്ചസാരയിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈന്തപ്പഴമൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുരു കളഞ്ഞ് ചേർക്കാട്ടോ. അതുപോലെ പിസ്താഷ്യോ ചേർക്കുമ്പോൾ അതിൻ്റെ ഷെല്ല് മാറ്റുക. അതിനുശേഷം ഈ ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് പൊടിഞ്ഞു വരും. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ചെറിയ കഷ്ണങ്ങളായിട്ട് മാറും ചെയ്യും. അത്യാവശ്യം ഒന്ന് പൊടിഞ്ഞു വരും. ആ ഒരു രീതിയിൽ തന്നെ മതിയാവും കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ലസ്സിക്ക് വേണ്ടിയിട്ട് തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത കുറച്ച് കട്ടിയുള്ള തൈര് തന്നെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോഴായിരിക്കും നന്നായിട്ട് വരിക. ഒരുപാട് പുളിയുള്ള തൈരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലസ്സി തയ്യാറാക്കി കഴിഞ്ഞാലും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ട് വരില്ല. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് തന്നെ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് അളവിലാണ് തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല തണുത്ത തൈര് തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഐസ് ക്യൂബ്സ് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ ലൂസായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് അളവിലൊക്കെ ഐസ് ക്യൂബ്സ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നത് തന്നെയുള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒരുപാട് സമയം നിങ്ങളിത് മിക്സിയിൽ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ആവണ വരെ തന്നെ മതി കേട്ടോ. അല്ലെങ്കിൽ ലസ്സി ഒരുപാട് ലൂസായിട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്താട്ടോ. ഞാനിപ്പോൾ കുറച്ചും കൂടി പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഐസ് ക്യൂബ്സ് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർത്തിട്ട് നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നല്ല തണുപ്പോട് കൂടി തന്നെ കുടിക്കുമ്പോഴായിരിക്കും ലസ്സിയൊക്കെ കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക. കണ്ടില്ലേ, നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് ലസ്സി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ലസ്സിയുടെ തിക്നെസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ വ്യത്യാസം വരുത്താം. നമ്മൾ ഉപയോഗിക്കുന്ന തൈരിനനുസരിച്ചൊക്കെ ലസ്സിയുടെ തിക്നെസ്സിൽ വ്യത്യാസം വരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സമയം മിക്സിയിൽ അടിച്ചെടുക്കാതിരിക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രൈ ഫ്രൂട്ട്സ് എന്ത് വേണമെന്നുണ്ടെങ്കിലും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ പിസ്താഷ്യോയാണ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിനു മുമ്പ് തന്നെ ഞാൻ ചോക്ലേറ്റ് ലസ്സി, ബീറ്റ്റൂട്ട് ലസ്സി, മാംഗോ ലസ്സി, അങ്ങനെ വെറൈറ്റി ലസ്സികളുടെ റെസിപ്പീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണണമെന്നുള്ളവർക്ക് കണ്ടു നോക്കാട്ടോ. പിന്നെ ലസ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തൈര് ഫുൾ ഫാറ്റ് തൈര് തന്നെ എടുക്കുക. അതായത് ക്രീമുള്ള തൈര് തന്നെ ഉപയോഗിക്കുക. അപ്പോഴായിരിക്കും ലസ്സി കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡ്രൈ ഫ്രൂട്ട് ലസ്സി തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. മറ്റൊരു അടിപൊളി റെസിപ്പി നമുക്ക് വീണ്ടും കാണാം.